അന്ന് കടലിൽ വെള്ളയിട്ട് മുങ്ങിയ റോക്കി ബായി ഇന്ന് അതേ വെള്ളയിട്ട് വേറൊരു സ്ഥലത്ത് പൊങ്ങിയിരിക്കുകയാണ് ഗൈസ്. ചേടാ ഞാൻ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്തേലും ആവട്ടെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ ഞാൻ എന്റെ കണ്ണാടി ഒന്ന് മാറ്റുവാണ്. കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നൊക്കെയാണ് കണ്ടവർ പറഞ്ഞത്. നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദം ജോൺ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ. ഓ സീൻ തന്നെ ഹോളിവുഡ് ലെവല് പണ്ണക്കം. യാറാവ നല്ല ഫ്രെയിമുകള്. ഇതേമാതിരി ഒരു ഹോൺ ഞാൻ ഡെയിലി രാവിലെ എണീക്കുമ്പോ കേൾക്കുന്നതാണല്ലോ. ഗൈസ്, ആ വണ്ടിയുടെ ഹോൺ ഇയാളുടെ ഡയലോഗ് ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. നായകൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പറയ്, വല്ല ടച്ചിങ് സോങ് ആയിരിക്കും ഇവിടെ. ശവപ്പറമ്പി വന്ന് ട്രാൻസ്ഫോമർ ഓൺ ആക്കിയിട്ട് പോണം. ഇതെന്തൊരു പരിപാടി ഇത്? ഓ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യായിരുന്നല്ലേ. എടേ, ഞാൻ കാറ്റടിക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് വല്ല പന്തിനെ കാറ്റടിക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശത്തിലാണ്. ഇതൊരു വല്ലാത്ത കാറ്റടിയായി പോയണാ. തൊളയിലോട്ട് സൂചി അടിച്ച് പൊളക്ക തന്നെ. തീപ്പെട്ടി വരച്ച് പൊട്ടിക്കുന്ന, റിമോട്ട് വെച്ച് പൊട്ടിക്കുന്നതായിട്ട് പലതരം പൊട്ടിക്കല് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സുന്നാമണി വെച്ച് ഒരുത്തിനെ പൊട്ടിച്ച് കളയണത് കാണുന്നത്. ഇതാണ്ട ചത്ത് കുഴി കൊണ്ട് വെച്ചവരെ വരെ സാമാനത്തിന്റെ പവറിൽ അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. ഇയാള് പണിയും കഴിഞ്ഞ് ഇപ്പോഴാണ് പുറത്തിറങ്ങണത്. അകത്ത് പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നോ? സ്വാഭാവികം. തന്ത വീട്ടിൽ എത്തിയല്ലേ. ബർത്ത്ഡേയുടെ അന്ന് തന്നെ പ്ലക്കൽ ടീച്ചർ. പണ്ട് കസബയിലെ സീൻ കണ്ട് കുരുപൊട്ടി കുത്തി ഒലിച്ച് കാട് കയറി അത് മീഡിയയുടെ മുന്നിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് മാസ് കാണിച്ച ടീമിൽ ഒരാളാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്ന് ആലോചിക്കുമ്പോഴാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒളിമ്പ്യൻ എന്തോണി ആദം സിനിമയിൽ ഏതാണ്ട് ഈ സീൻ ഉണ്ടല്ലോ. അവര് ചെയ്താൽ ആഹാ, നമ്മൾ ചെയ്താൽ ഓഹോ.